الحمد لله وعد المؤمنين المخلصين بالعزة والكرامة وعد الفاسقين المتخاذلين بالحسرة والندامة إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون أحمده على أن نصر رسوله على المشركين وأشهد أن لا إله إلا الله وحده لا شريك له يحق الحق ويبطل الباطل ويقطع دابر الكافرين وأشهد أن سيدنا محمدا عبده ورسوله أرسله ربه بالهدى ودين الحق ليظهره على الدين كله اللهم صل وسلم على سيدنا محمد وعلى آله والأصحاب والأتباع أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فمن تاب من بعد ظلمه وأصلح فإن الله يتوب عليه إن الله غفور رحيم اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله സ്നേഹാദരനായ വിശ്വാസികളെ റബ്ബുൽ ആലമീൻ അല്ലാഹുവേ ഭയപ്പെടേണ്ട വിധം ഭയപ്പെട്ട് സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചു തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയും. അൽ അശ്റത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 മഹാരഥന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് മക്കയിലെ ജനങ്ങൾ എന്തൊക്കെ തിന്മകളിൽ മുഴുകിയിരുന്നോ അതിലെല്ലാം അതൊക്കെയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയും തീർത്തും അസന്മാർഗികതയിലും മൂല്യച്യുതിയിലും തന്റെ യൗവനത്തെ തളച്ചിട്ട് ധാർമ്മികതയുടെ നെടുംതൂണായി, ഒടുവിൽ ധാർമ്മികതയുടെ നെടുംതൂണായി, നീതിയുടെ കാവലാളായി, സത്യത്തിന്റെ കെടാവിളക്കായി, വിനയത്തിന്റെ സമഭാവനയുടെ ഉദാത്ത മാതൃകയായി ശിഷ്ടജീവിതം തന്റെ രക്ഷിതാവിന് പൂർണ്ണമായും സമർപ്പിച്ച, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു മഹാനുഭാവന്റെ ചരിത്രമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഖുറൈശ് ഗോത്രത്തിലെ അലവി വംശത്തിൽ ഹിജ്റയ്ക്ക് 5 വർഷം മുമ്പാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനനം. പിതാവ് ഖത്താബ്, മാതാവ് ഹന്തമ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 13 വയസ്സിന് ഇളയതായിരുന്നു അദ്ദേഹം. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന തീർത്തും വ്യത്യസ്തനായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ തന്നെ ധർമ്മനിഷ്ഠയുള്ളവനും മര്യാദക്കാരനുമായിരുന്നുവെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് ജാഹിലിയത്തിലെ എല്ലാ ദുർഗുണങ്ങളും ഉണ്ടായിരുന്നു. അറേബ്യയിലെ ചരിത്ര പ്രസിദ്ധമായ ദുൽമജന്ന പോലെയുള്ള വലിയ സൂക്കുകളിൽ അടിപിടി ഉണ്ടാക്കിയ തന്റേടിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്തു ചെയ്യാനും മടിയില്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്കെല്ലാം അദ്ദേഹത്തെ വലിയ ഭയമായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇസ്ലാമിലേക്ക് പിൽക്കാലത്ത് വന്നവരെ പറ്റി വിശുദ്ധ ഖുർആൻ ഒറ്റ വാക്കിലൊതുക്കിയത് സൂറത്തുൽ ജുമുഅയിലെ 6-ാമത്തെ ആയത്തിൽ തീർച്ചയായും അവർ ഇതിനു മുമ്പ്, അഥവാ ഇസ്ലാമിന് മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. സ്വഹാബത്ത് ഈ ആയത്ത് ഓതുമ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും അവരുടെ ജാഹിലിയാക്കാലം, അവരുടെ അജ്ഞാതകാലം. എല്ലാവരും അള്ളാഹു അന്ത്യനാൾ വരെയുള്ള മുഅ്മിനീകളെ കൊണ്ട് അവരുടെ നാവിലൂടെ ഓദിപ്പിക്കുന്ന ആയത്തല്ലേ. ജീവിതത്തിന്റെ ഏതോ ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ഒരു സമയത്ത് ചെയ്തു പോയ തെറ്റുകളെ ഓർമ്മിപ്പിക്കും വിധം, പിന്നീട് തിരുത്തിയ ജീവിതത്തിന്റെ ധാർമ്മികതയിലേക്കുള്ള തിരിച്ചുവരവിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ആയത്ത് അല്ലേ?
പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് മുസ്ലിങ്ങളായവരിൽ പലരും തങ്ങളുടെ വിശ്വാസം മറച്ചുവെച്ച് ജീവിച്ചത് ഉമറിനെ ഭയന്നുകൊണ്ടായിരുന്നു. ചരിത്രകാരൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മുസ്ലിങ്ങൾ ആദ്യം ഹിജറ പോയത് അബിസീനിയയിലേക്ക്, അഥവാ ഇന്നത്തെ എത്യോപ്യയ്ക്ക് ആയിരുന്നല്ലോ. അവിടേക്ക് ഹിജറ പോയ ലൈല എന്ന സഹാബി വനിത പറയുകയാണ്, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഞങ്ങളെ ഏറ്റവും കഠിനമായി ദ്രോഹിച്ചത് ഉമറായിരുന്നു. അതവർ പറയുകയാണ്, എന്റെ ഭർത്താവ് ആമിറാണെങ്കിൽ എന്തോ ചില ആവശ്യത്തിനായി ഒരു സ്ഥലത്ത് പോയിരിക്കാൻ, ഞാൻ ഹിജറ പോകാനായി ഒട്ടകപ്പുറത്ത് കയറിയപ്പോൾ ഉമർ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ ഉമറിനോട് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് ഞങ്ങൾ ദ്രോഹിച്ചു, ഞങ്ങൾ അടിച്ചമർത്തി, അള്ളാഹു ഞങ്ങൾക്കൊരു ആശ്വാസം നൽകും, ഒരു പോംവഴി നൽകും. ഉമറിന്റെ മറുപടി, അല്ലാഹു കൂടെ ഉണ്ടാവട്ടെ. ഈ മറുപടി കേട്ട് ഞെട്ടിപ്പോയി. ലൈല പറയും, ലൈലയുടെ സഹാബി പറയും, ആ വാക്കിൽ എനിക്കെന്തോ ഉമറിന് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഉമറിന്റെ സ്വഭാവത്തിൽ നിന്നും വല്ലാത്തൊരു സ്വഭാവത്തിലെ സൗമ്യത ഞാൻ തിരിച്ചറിയുന്നുണ്ട്. മുമ്പ് ഞാനത് കണ്ടിട്ടില്ല. ഞാനിങ്ങനെ നോക്കുമ്പോ ഞങ്ങൾ ഈ മക്കയിൽ നിന്ന് വിട്ടുപോകുന്നത് ഉമറിന് എന്തോ ഒരു പ്രയാസം, ദുഃഖമുണ്ടാക്കിയതുപോലെ ഒരു സിമ്പതി ഞങ്ങളോട് തോന്നി, എനിക്ക് തോന്നി. ഭർത്താവ് ആമിർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഉമറിന്റെ ആ നിലപാടെന്ന് താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ, നമ്മോട് വളരെ പരുഷമായി വളരെ കഠിനമായി പെരുമാറിയുന്ന ഉമറിന്റെ നിലപാടിൽ എന്തോ ഒരു മാറ്റം കാണുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിക്കാൻ, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നീ വിചാരിക്കുന്നത്? ഭാര്യയോട് ചോദിക്കാൻ. ഞാൻ പറഞ്ഞു, ഭാര്യ പറയണം, അതെ, ഇസ്ലാം സ്വീകരിക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ ആമർ പറഞ്ഞ മറുപടി, ഖത്താബിന്റെ കഴുത മുസ്ലിം ആയാലും അള്ളാഹുവാണേ ഒന്നും മുസ്ലിം ആവില്ല എന്ന് പറഞ്ഞാൽ, ആര് മുസ്ലിം ആയാലും ഒരിക്കലും ഉമർ മുസ്ലിം ആവില്ല, ഒരിക്കലും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ഒരിക്കലും നന്നാവില്ലെന്ന് നാട്ടുകാർ വിധി എഴുതിയ ഒരാൾ പിൽക്കാലത്ത് ലോകം വാഴ്ത്തുന്ന നേതാക്കളിൽ ഒരാളാകുന്ന തന്റെ പ്രിയപ്പെട്ടവരെ അത്ഭുതമല്ലാതെ മറ്റെന്താണ്? അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന സംഭവങ്ങളൊന്നും ശരിയായ സനദോടെ സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയുടെ ഫലമായിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. 21-ാം വയസ്സിലായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത കൂട്ടത്തിൽ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഉമറൈൻ, അല്ലാഹുവേ നീ രണ്ടാളെ ഉമറിനെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ. ഒന്നാരാണ്? ഒന്ന് അംർ ഇബ്നു ഹിഷാം അഥവാ അബൂ ജഹലാണ്. ഒരു അംർ ഉമർ, രണ്ടാമത്തേത് ഈ ഉമറാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയാണ്, രണ്ടാളെ ഉമറിനെ കൊണ്ട് നീ അല്ലാഹു ദീനിനെ ശക്തിപ്പെടുത്തണേ. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. ഭാഗ്യം ലഭിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് ആയിരുന്നു. അംർ ഇബ്നുൽ ഹിഷാം എന്ന് പറയുന്ന അബൂ ജഹലിനെ അല്ലാഹു തടഞ്ഞു ഹിദായത്തിൽ നിന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരണം ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയ ധൈര്യവും ശക്തിയും വീര്യവും ചെറുതൊന്നുമായിരുന്നല്ലോ പ്രിയപ്പെട്ടവരെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ഇസ്ലാം ഉമർ, ഉമറിന്റെ ഇസ്ലാം സ്വീകരണം കാന ഫത്ഹൻ, അതൊരു വിജയമായിരുന്നു. വഇന്ന ഹിജ്റതഹു കാനത് നസ്റൻ, ഉമറിന്റെ ഹിജ്റ മുസ്ലിങ്ങൾക്കുള്ള സഹായമായിരുന്നു. വഇന്ന ഇമാറതഹു കാനത് റഹ്മതൻ, അദ്ദേഹത്തിന്റെ ഭരണം അതൊരു കാരുണ്യമായിരുന്നു. വലഖദ് കുന്നാ മാ നുസല്ലി ഇൻദൽ കഅബ ഹത്താ അസ്ലമ ഉമർ, ഉമർ മുസ്ലിം ആകുന്നവരെ ഇസ്ലാം സ്വീകരിക്കുന്നത് കഅബയിൽ വെച്ച് പരസ്യമായി നമസ്കരിക്കാൻ ഞങ്ങൾ ധൈര്യപ്പെട്ടിരുന്നില്ല. ഫലമ്മാ അസ്ലമ, ഉമർ മുസ്ലിമായപ്പോൾ ഖാതല ഖുറൈശ്, ഖുറൈശികളോട് പോരാടി ഹത്താ സല്ല ഇൻദൽ കഅബ, ഉമർ പരസ്യമായി കഅബയുടെ അടുക്കൽ വെച്ച് നമസ്കരിച്ചപ്പോൾ സല്ലൈനാ ഞങ്ങൾ ഉമറിനോടൊപ്പം നമസ്കരിച്ചു. ഉമറിന്റെ സ്വീകരണം, ഇസ്ലാം സ്വീകരണം മുസ്ലിങ്ങൾക്കുണ്ടാക്കിയ ധൈര്യം എത്രയാണെന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. നാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ സിൽനാ ഇസ്സതൻ മുൻദു അസ്ലമ ഉമർ, ഉമർ ഇസ്ലാം സ്വീകരിച്ചതു മുതൽ ഞങ്ങൾ ഇസ്സത്തുള്ളവരായി തീർന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. ലമ്മാ അസ്ലമ ഉമർ, ഉമർ മുസ്ലിമായപ്പോൾ മുശ്രിക്കുകൾ എന്താ പറഞ്ഞത്? മക്കയിലെ മുശ്രിക്കുകൾ എന്താ പറയുന്നത്? ഇൻതസഫൽ ഖൗമു മിന്നാ, ഒരു സമൂഹം ഞങ്ങളിൽ നിന്ന് തന്നെ വിട്ടുപോയി, മക്കയിലെ ഒരു വിഭാഗം ആളുകൾ ഞങ്ങളിൽ നിന്ന് തന്നെ പിരിഞ്ഞുപോയി എന്നാണ് അവർ പറയുന്നത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ സ്വന്തം നാട്ടുകാർ തന്നെ അദ്ദേഹത്തെ കൊല്ലാൻ രംഗത്തെത്തി. പക്ഷെ അള്ളാഹുവിന്റെ കരുത്തുറ്റ സംരക്ഷണം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ലഭിച്ചു. ഉമർ തന്നെ ആ സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ
അദ്ദേഹം പറയുന്നത് ഇസ്ലാം സ്വീകരിച്ച് ഒളിവിൽ കഴിയുന്ന തന്റെ ബാപ്പയുടെ സ്ഥിതിയെ കുറിച്ച് അദ്ദേഹം പറയണം. ഒരു വീട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അംർ ബിൻ ആസ് ബിൻ വാഇൽ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, ജാഹിലിയ്യ കാലഘട്ടത്തിലെ സുഹൃത്താണ്, മുശ്രിക്കാണ്. അദ്ദേഹം വന്ന് ചോദിച്ചു, എന്താ ഉമറേ അതിന്റെ സ്ഥിതി? ഉമർ പറഞ്ഞു, സഅമ ഖൗമുക അന്നഹും സയഖ്തുലൂനനി ഇൻ അസ്ലംതു, ഞാൻ മുസ്ലിമായാൽ നിന്റെ ആളുകൾ എന്നെ കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ സബീല ഇലൈഹി, അതൊരിക്കലും സാധിക്കില്ല. ആര് പറയണം? ആരാണ്? അമുസ്ലിമായ ആസിം ബിൻ വാഇൽ പറയുന്നത് സാധിക്കില്ല. എന്താ കാരണം? ബഅദ അൻ ഖാലഹ അമിൻതു, ഞാൻ ഉമറിന് അഭയം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഉമറെ താങ്കളെ തൊടില്ല. അങ്ങനെ അംർ ബിൻ ആസിം ബിൻ വാഇൽ പുറത്തേക്ക് ഇറങ്ങി. ആളുകളെല്ലാം ചോദിച്ചു, ഇങ്ങനെ കൂടി നിൽക്കുന്ന കണ്ടപ്പോൾ എന്താ നിങ്ങൾ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇബ്നുൽ ഖത്താബ് ഉമറിനെ വേണം, കൊല്ലാൻ വേണമെന്ന്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ തിരിച്ചു പോവുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. ജനങ്ങളെ പേടിക്കാതെ സത്യമാർഗം സ്വീകരിച്ചപ്പോൾ അല്ലാഹുവിന്റെ മഹത്തായ സഹായം, നിങ്ങൾ അല്ലാഹുവെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹ് നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കാലുകൾക്ക് അല്ലാഹ് ബലം നൽകും, ഉറച്ചു നിൽക്കാൻ ഹിദായത്തിലെ. അതെങ്ങനെയാണെന്ന് വിശ്വാസികൾക്ക് ശരിക്കും ബോധ്യപ്പെട്ട നിമിഷം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചു നോക്കി. ഇന്നും യഥാർത്ഥ തൗഹീദും സുന്നത്തും വ്യക്തമായി മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും കൺഫ്യൂഷനിൽ നിൽക്കുന്ന ചില ആളുകൾ, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാവരും ഖുർആനും ഹദീസും പറയുന്നു, അവരും പറയുന്ന ഖുർആനും ഹദീസുമാണ്. സത്യമാർഗത്തിൽ ഉറച്ചു നിന്നാൽ നാട്ടുകാർ സഹകരിക്കില്ലെന്ന് പേടിച്ച്, കുടുംബക്കാർ ഒറ്റപ്പെടുത്തുമെന്ന് പേടിച്ച്, മഹല്ല് ജമാഅത്ത് പുറത്താക്കുമെന്ന് പേടിച്ച് നടക്കുന്നവർ ഹിദായത്തിൽ എത്തിച്ചേരാനുള്ള തൗഫീഖ് അല്ലാഹ് നൽകില്ല. നിങ്ങൾ പേടിച്ചു, നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചു ആ വിഷയം. ഇസ്ലാമിക ദഅവത്തിന്റെ പ്രാരംഭ കാലഘട്ടമായതുകൊണ്ട് മറ്റുള്ളവരെ പോലെ തന്നെ രഹസ്യമായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോയത് എന്നാണ് സ്ഥിരപ്പെട്ട പരമ്പരയിൽ വന്ന റിപ്പോർട്ടിലുള്ളത്. ചരിത്ര പണ്ഡിതൻ ഇബ്നു ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി നമുക്ക് പറഞ്ഞു തരുന്നു, അദ്ദേഹം പരസ്യമായിട്ടാണ് ഹിജ്റ പോയതെന്ന റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്നാണ് ചരിത്രകാരന്മാർ കൃത്യമായി അതിനെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ജാഹിലിയ്യത്തിൽ ജീവനോടെ, നമ്മളെപ്പോഴും കേൾക്കുന്ന സംഭവമാണ് അല്ലേ, ജാഹിലിയ്യത്തിൽ അവസ്ഥ പറയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകളെ ജീവനോടെ കൊന്ന കഥ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ മേലുള്ള ആരോപണമാണ്, തിരുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ? അദ്ദേഹത്തിന് 4 വിവാഹങ്ങൾ. സൈനബ ബിൻത് മഗ്ഊൻ വിവാഹം കഴിച്ചു. അതിൽ ഹഫ്സ എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ മകളുണ്ടായി. ജുബൈല ബിൻത് സാബിത്തിനെ വിവാഹം കഴിച്ചു. അതിൽ ആസിം ബിൻ അംർ എന്ന് പറയുന്ന ഒരു മകനുണ്ടായി. നേരത്തെ സൈനബ ബിൻത് മഗ്ഊനെ ഹഫ്സയോടൊപ്പം അബ്ദുറഹ്മാൻ അബ്ദുള്ള എന്ന മകനുണ്ടായിരുന്നു. ആത്തിക്ക എന്ന സ്ത്രീയെ സഹാബ വനിതയെ വിവാഹം കഴിച്ചു. അതിൽ അദ്ദേഹത്തിന് ഒരു മകനുണ്ടായി, അദ്ദേഹത്തിന് അല്ലെ ഒരു മകളുണ്ടായി. ഉമ്മു കുൽസൂം ബിൻത് അലി ഇബ്നു അബീ താലിബിനെ വിവാഹം കഴിച്ചു. അതില് സയ്യിദ് റുഖി എന്ന് പറഞ്ഞ 4 വിവാഹങ്ങളിൽ 7 മക്കൾ, 2 പെണ്ണും 5 ആണും. ആദ്യ വിവാഹത്തിലെ പെൺകുട്ടി ഹഫ്സ, രണ്ടാമത്തെ പെൺകുട്ടി 4ാമത്തെ വിവാഹത്തിലെ റുഖിയ ആയിരുന്നു. ചരിത്രത്തിൽ എവിടെയും ഉമർ റളിയല്ലാഹു അൻഹു അവരെ കൊന്നതായി എവിടെയും ഇല്ല. ഇപ്പോഴും പലപ്പോഴും പ്രാസംഗികന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബദ്ധമാണ്. ആരുടെ പേരിൽ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. ചെയ്തവരുണ്ടായിരുന്നു. നോക്കിയില്ല. അങ്ങനെ മക്കളെ ജീവനോടെ, പെൺമക്കളെ ജീവനോട് അപമാനഭാരം ഭയന്നുകൊണ്ട് മക്കളെ കുഴിച്ചുകൂടിയ ആളുകൾ അന്നുണ്ടായിരുന്നു ജാഹിലിയ്യ കാലഘട്ടത്തിൽ. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നമ്മൾ ഈ പറയുന്നത് അത് കള്ളമാണ്. മനനിയമങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ വളരെയധികം കണിശത പുലർത്തുന്ന മഹാനായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് നബി വഖാസ് പറയും, റസൂലിന്റെ കൂടെ, റസൂലിന്റെ ഒപ്പം റസൂലിന്റെ ഭാര്യമാരൊക്കെ ഇരിപ്പുണ്ട്. അവരിങ്ങനെ റസൂലിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഉച്ചത്തിൽ അവരുടെ കൂട്ടത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന കണ്ടപ്പോൾ ഈ പെണ്ണുങ്ങളെല്ലാം എണീറ്റ് ഹിജാബ് ധരിച്ചു മറസുങ്ങിയിരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ത്രീകൾ ചെയ്യുന്നത് കണ്ട് നബി ചിരിക്കുകയാണ്. ചിരിച്ചു കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹഖല്ലാഹു ഹുസ്നക യാ റസൂലല്ലാഹ്, അല്ലാഹുവേ നബി എപ്പോഴും അല്ലാഹു താങ്കളെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കട്ടെ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജിബതു മിൻ ഹൗലാഇ അല്ലാതി കുന്ന ഇൻദി, ഞാൻ അത്ഭുതപ്പെടുന്നത് ഇതേവരെ എന്റെ അടുക്കലിരിക്കുന്ന പെണ്ണുങ്ങൾ ഫലമ്മ സമിഅന സൗതക ഉമറേ, നിന്റെ ശബ്ദം കേട്ടപ്പോൾ ഇബ്തദന ഹിജാബ്, ഒരു ഹിജാബൊക്കെ സ്വീകരിക്കുകയാണ്, മറ സ്വീകരിക്കുകയാണ്. ഖാല ഉമർ ഫഅന്ത യാ റസൂലല്ലാഹ് ഹഖ്ഖു അൻ യഹ്ബന, ശരിക്കും പേടിക്കേണ്ട നബിയെ താങ്കളെയല്ലേ അവർ കൂടുതൽ ബഹുമാനിക്കേണ്ടത്. ثم قال عمر اي اجرات انفسهن, സ്ത്രീകൾ നോക്കി പറയാം, സ്വന്തത്തോട് തന്നെ ശത്രുത കാണിക്കുന്ന സ്ത്രീകളെ, അത്തഹ്ബുനനി വലാ തഹ്ബുന റസൂലല്ലാഹ്, നിങ്ങൾ എന്നെ പേടിക്കുകയാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ പേടിക്കുന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഉമറേ താങ്കൾ അന്ത അകലതു വഫതു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനേക്കാളും
കർക്കശമായി വളരെ സ്ട്രോങ്ങിൽ പെരുമാറുന്ന ആളാണ് താങ്കൾ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ഏത് രക്ഷിതാവിന്റെ കരങ്ങളിലാണോ, മാ ലഖിയക ശൈത്താനു ഖത്തുൻ സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജി ഉമറേ, താങ്കൾ നടന്നു പോകുന്ന വഴിയിൽ പിശാചെങ്ങാനും കണ്ടുമുട്ടുകയാണെങ്കിൽ, ശൈത്താനെങ്ങാനും വരികയാണെങ്കിൽ, താങ്കൾ വരുന്ന വഴി മാറിയിട്ട് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന സർട്ടിഫിക്കറ്റ് കണ്ടോ നിങ്ങൾ? ആർക്കാ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഹറാം എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യത്തെ നോർമലൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വിഷയം എന്താ? ഞാൻ ഹദീസാണ് നിങ്ങൾക്ക് സംഭവമാണ് ഞാൻ കേൾപ്പിച്ചത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഔറത്തിന്റെ കാര്യത്തിൽ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ ഭർത്താക്കന്മാരും സഹോദരന്മാരും ഉപ്പമാരും ഒക്കെയും നിങ്ങളും അത് ശ്രദ്ധിക്കണം. ഔറത്തിന്റെ കാര്യത്തിൽ അന്യപുരുഷന്മാർക്ക് മുന്നിൽ, വീടിന്റെ അകത്തല്ല പുറത്ത്, അല്ലേ? അത് വീടിന്റെ അകത്ത് മാത്രമല്ല ഉള്ളിലും ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ, അയൽക്കാരായ പുരുഷന്മാർ, എല്ലാം അന്യപുരുഷന്മാർ. ഇനി എന്ന് ചിന്തിച്ചേ, നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും നമ്മുടെ ഭാര്യ വീട്ടിൽ നിൽക്കുന്ന രൂപം എന്താ എന്ന് ആലോചിച്ച് നോക്കിയാൽ, അല്ലെ? തലയിൽ തപ്പോ തട്ടമുണ്ടാകും, ഒരു മേക്സീറ്റ് ഉണ്ടാവും, കഴുത്തും കൈത്തണ്ടയൊക്കെ പുറത്താണ്. ഇതേ വേഷത്തിലാണ് അയൽ വീട്ടിലേക്ക് പോകുന്നത്, അല്ലേ? അങ്ങനെയാണോ എന്ന് ചിന്തിച്ചു നോക്കാം. ആണോ? അവിടെ കന്യപുരുഷന്മാരില്ലേ? ഉണ്ട്. ഈ വേഷത്തിൽ തന്നെയാണ് വീടിനുള്ളിൽ ഒരു ദിവസം മുഴുവൻ പെരുമാറുന്നുവെങ്കിൽ വളരെ ഗൗരവമായ ഒരു ചിന്ത നമുക്കുണ്ടാകണം. ഇവിടെ ഈ സംഭവം നിങ്ങൾക്ക്, ഇവിടെ നബിയുടെ അടുത്ത് സ്വന്തം മകളുണ്ട്, ഇല്ലേ? ഉണ്ട്. നബിയുടെ മറ്റു ഭാര്യമാരുണ്ടോ? ഉണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അല്ലേ? ലോക സ്ത്രീകളുടെ മാതാക്കളല്ലേ? മാതൃക വരികളല്ലേ? അവർ പതിവ്രതകളല്ലേ? അവർക്ക് മോശമായ ചിന്ത ഉണ്ടാവുമോ? ഉമർ റളിയല്ലാഹു അൻഹു മഹാനല്ലേ? അദ്ദേഹം മോശമായി ചിന്തിക്കുവോ? ഒന്ന് ചിന്തിച്ചു നോക്കി, ചിന്തിച്ചു നോക്കി. എന്ന് വിചാരിച്ചത് കൊണ്ടായില്ല. ഹറാം കടന്നു വരുന്നത് തലയും കഴുത്തും ഔറത്തല്ലേ? നഗ്നത മുഴുവൻ മറക്കാതെ അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ ശൈത്താന്റെ സാന്നിധ്യം ഉണ്ട്, ഉണ്ടാവും. ആ സാഹചര്യം ഒഴിവാക്കാനാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്. അത് ശരിവെച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. എന്ത് പറഞ്ഞത്? ഉമറെ, താങ്കൾ കടന്നു വരുന്ന വഴിയിൽ പിശാചെങ്ങാനും വരികയാണെങ്കിൽ താങ്കളെ പേടിച്ചു മാറിപ്പോകും. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. എന്ന് പറഞ്ഞാൽ അതിനെ ആലങ്കാരികമായി വ്യാഖ്യാനിക്കണ്ട. എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദീനിന്റെ കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ കാർക്കശ്യം കണ്ട് പേടിച്ച് പിശാച് മാറിപ്പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇമാം ഖാദി ഇയാദ് പറഞ്ഞു, ഉമർ ഫാറഖ സബീല ശൈത്താൻ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഉമർ വരുന്ന വഴിയിൽ പിശാച് വരില്ല എന്ന് പറഞ്ഞാൽ ഉമർ നടക്കുന്നത് പിശാചിന്റെ വഴിയിലല്ലാത്ത, പിശാചിന്റെ വഴിയിൽ എതിരായ വഴിയിലാണ് നടക്കുന്നത്. നമ്മൾ നടക്കുന്നതോ അവിടെ വിഷയം. നമ്മൾ നടക്കുന്നത് പിശാചിന്റെ റൂട്ടിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു വഴി മാറിയാണ് നടക്കുന്നത്. അതുകൊണ്ട് പിശാചിന് ഇഷ്ടപ്പെടാത്തത് എന്തൊക്കെയുണ്ട് അതേ ചെയ്യും. നമ്മളോ ശൈത്താൻ എന്തൊക്കെ ഇഷ്ടപ്പെടും അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ പോലെ അല്ലായിരുന്നു. ശൈത്താൻ എങ്ങനെ ദേഷ്യമുണ്ടാക്കും അതാണ് ചെയ്തിരുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. പ്രിയപ്പെട്ടവർ, മുസ്ലിമായ ശേഷം കറപുരടാത്ത ഹൃദയവുമായി തന്റെ ധന്യമായ ജീവിതം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തത് റസൂലിന്റെ സ്നേഹവും അല്ലാഹുമായിട്ട് അറ്റുപോകാത്ത അടുപ്പവും ബന്ധവുമാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുമായിട്ടുള്ള ഉറച്ച ബന്ധത്തിനും അതിലൂടെ അല്ലാഹുവിന്റെ മഹത്തായ പ്രീതി നേടിയെടുത്തതിനും ഒരു സംഭവം നിങ്ങളൊന്ന് കേൾക്കും. നമ്മൾ ആലോചിക്കണം. നമ്മളെല്ലാവരും മനസ്സിലൊരു നല്ലൊരു കാര്യം ആഗ്രഹിക്കണം. അത് നടന്നെങ്കിൽ, അന്ന് സംഭവിച്ചെങ്കിലും നമ്മളെല്ലാവരും ആലോചിച്ചോളൂ. ആ ആഗ്രഹം അല്ലാഹു മനസ്സിലാക്കി ലോകത്തിന് മുഴുവനുള്ള ആളുകൾക്കും അതിന് നിയമമായി അവതരിപ്പിച്ചാൽ എന്തുമാത്രം സന്തോഷമായിരിക്കും. ആലോചിച്ചു. നമ്മുടെ കാര്യം ആഗ്രഹിക്കുക, അല്ലാഹ് അതിനനുസരിച്ച് നിയമം ഓർക്കുക. വിശുദ്ധ ഖുർആനിൽ ഒരു നിയമം ഉണ്ടാക്കുക, അല്ലേ? അല്ലാഹുമായിട്ട് അത്രത്തോളം ബന്ധമുണ്ട്, അല്ലാഹു അത്രയ്ക്കും നമ്മളെ ഇഷ്ടമാണെന്നല്ലേ അതിനർത്ഥം? അല്ലേ പ്രിയപ്പെട്ടവരെ? ആണ്. നിങ്ങളുടെ നോക്കേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു വാഫഖതുല്ലാഹ ഫീ സലാസ് വാഫഖതു റബ്ബി ബി സലാസ്. മൂന്ന് കാര്യങ്ങളിൽ അല്ലാഹ് ഞാനുമായി യോജിച്ചിട്ടുണ്ട്. എൻ്റെ ഇഷ്ടത്തിനൊത്ത് അല്ലാഹ് ആയത്ത് ഇറക്കിയിട്ടുണ്ട്. കേൾക്കണം നിങ്ങൾ. ഒന്ന്, റസൂലിനോടൊന്ന് പറയണേ, യാ റസൂലല്ലാഹ് ലവി തഖലത മഖാമ ഇബ്രാഹിം. എല്ലാ ലോകം മുഴുവനും ആദരിക്കുന്ന ഒരു ഭാഗമാണ് മഖാം ഇബ്രാഹിം. ആ മഖാം ഇബ്രാഹിമിനെ മുസല്ലയാക്കിയിരുന്നുവെങ്കിൽ, നിസ്കരിക്കാനുള്ള സ്ഥലമാക്കിയിരുന്നുവെങ്കിൽ, ഉടനെ ആയത്തിറങ്ങിയാണ്
നിങ്ങൾ ഇബ്രാഹിം മഖാം മുസല്ലയാക്കണേ. ഇന്നും ഹജ്ജിന് ഉംറയ്ക്ക് പോകുന്ന വിശ്വാസികൾക്ക് 2 റക്അത്ത് നമസ്കാരം അവിടെ സുന്നത്തില്ലേ? അതെങ്ങനെ വന്നു നമ്മൾ പഠിക്കണം. സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചു. രണ്ടാമത്തെ പ്രശ്നം എന്താ? റസൂലിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് യദ്ഖുലു അലൈക്കൽ ബർറു വൽ ഫാജിർ, താങ്കളുടെ അടുക്കൽ നല്ല ആളുകൾ കയറി വരും, കാണാൻ വരും, തെമ്മാടികളും കൂട്ടത്തിൽ ഉണ്ടാകും. ഫലോ അമർത്ത ഉമ്മഹാത്തിൽ മുഅ്മിനീന ബിൽ ഹിജാബ്, അപ്പൊ നിങ്ങളൊപ്പം നിങ്ങളുടെ ഭാര്യമാരുണ്ടാവൂലേ? അപ്പൊ ഈ തെമ്മാടികൾ നിങ്ങളുടെ ഭാര്യമാരെ കാണൂലേ? കാണും. അപ്പൊ അവരുടെ ഹിജാബ് സ്വീകരിക്കാൻ പറഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞപ്പോൾ അൻസലല്ലാഹു ആയത്തുൽ ഹിജാബ്, ഹിജാബിന്റെ ആയത്ത് അല്ലാഹു ഇറക്കിയ സൂറത്തുൽ അഹ്സാബിൽ 59-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹൻ നബി, പ്രവാചകരെ, കുല്ലി അസ്വാജിക, നബിയെ ഭാര്യമാരോട് പറയും, വബനാതിക, പെൺമക്കളോടും, വനിസാഇൽ മുഅ്മിനീൻ, വിശ്വാസിനികളായ മുഴുവൻ സ്ത്രീകളോടും, യുദ്രീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടം, അവരുടെ വസ്ത്രം അത് അവരുടെ തലയിലൂടെ, അതുപോലെ തന്നെ അവരുടെ ശരീരം മറയുന്ന രീതിയിൽ തട്ടമെടുത്ത് തലയിൽ ചുറ്റിയാൽ പോലെ സഹോദരിമാരെ, കഴുത്ത് മറച്ചാൽ പോലെ അതെന്ത് ചെയ്യണം? മറയണം, മാറിലേക്ക് താഴ്ത്തിയിടണം. അതാണ് ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ ഇസ്ലാമിന്റെ ഇസ്സത്തുള്ള മുഅ്മിനത്തായ ഒരു പെണ്ണ് നാടുകൾക്ക് തിരിച്ചറിയാൻ അതാണ് അടയാളം. ഇന്ന വീട്ടിലെ പെണ്ണ് അവൾ മാന്യമായി ഇസ്ലാമിക വേഷം ധരിച്ച് പുറത്തിറങ്ങുമ്പോ അത് ഇന്ന കുടുംബത്തിലെ പെണ്ണാ എന്ന് തിരിച്ചറിയാൻ അവൾ മാന്യതയുള്ള പെണ്ണാണ്. അല്ലാഹു പറയാൻ, ഞാൻ പറഞ്ഞതല്ല. പീഡിപ്പിക്കപ്പെടാതിരിക്കാനും ഇസ്ലാമിക വസ്ത്രം ധരിക്കുമ്പോൾ പെണ്ണിന് കിട്ടുന്ന സുരക്ഷിതത്വമുണ്ടാ. കഴുകന്റെ കണ്ണുകൾ കൊണ്ട് പുരുഷൻ ചോരയ്ക്ക് കുടിക്കില്ല. കാമ കണ്ണുകളോട് ഒരു പെണ്ണിനെ നോക്കില്ലവൻ, അവളോട് ആഗ്രഹം തോന്നില്ല. അതാണ് പറഞ്ഞത്. അവളെ കയറി പിടിക്കാൻ, അവളെ റേപ്പ് ചെയ്യാൻ അവന് തോന്നില്ല. വിശുദ്ധ ഖുർആൻ നിയമം സ്വീകരിച്ചാൽ എന്നിട്ട് നമ്മുടെ മാപ്പിള പെൺകുട്ടി എന്താ ചെയ്യുന്നത്? തുണി ഇരിഞ്ഞ് ഓടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ആലോചിച്ചു, വളരെ ഗൗരവമായി ആലോചിച്ചു അല്ലേ? മൂന്നാമത്തെ കാരണം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ദിവസം എല്ലാ ഭാര്യമാരും കൂടി ഖുറാബ ചെയ്യാണ്, ചെലവിന് കൊടുക്കുന്നില്ല റസൂൽ എന്ന് പറഞ്ഞിട്ട്. റസൂല് ഇസ്ലാമിക രാജ്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പട്ടിണിയാണ്. ഭാര്യമാരെല്ലാം കൂടി പണം ചെലവിന് തരുന്നില്ല എന്ന് പറഞ്ഞു. ഈ സംഭവം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹം കടന്നു ചെല്ലുമ്പോ സ്വന്തം ഭാര്യ, സ്വന്തം മകളുടെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമിരിക്കാൻ വല്ലാതെ റസൂലിനോട് അവർ സംസാരിക്കുന്നുണ്ട്. ഈ സംസാരം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, സ്ത്രീകളെ, സ്വന്തം മകളടക്കമുണ്ട്, ആ ഭാര്യമാരോടൊക്കെ പറയാണ്, നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ നിങ്ങളെക്കാൾ നല്ല പെണ്ണുങ്ങൾ അല്ലാഹു വേറെ നൽകും, നിങ്ങളെക്കാൾ നല്ല ഭാര്യമാരെ അല്ലാഹു വേറെ നൽകും എന്ന് പറയും. എത്രത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ഒരാൾ പറയാണ്, അള്ളാഹുവിന്റെ റസൂലല്ലേ ഞങ്ങളെ ഉപദേശിക്കേണ്ടത്, നീ എന്തിനാ ഉമറെ ഉപദേശിക്കണമെന്ന് ചോദിച്ചപ്പോ അള്ളാഹ് ഇറക്കിയ ആയത്തെ സൂറത്ത് നോക്ക്, തഹ്രീമിലെ അസാ റബ്ബുഹു ഇൻ തല്ലഖുന്ന യുബദ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ. കണ്ടോ നബിയെ, നിങ്ങൾ അവരെ, ഈ ഭാര്യമാരെ തലാഖ് ചൊല്ലിയാൽ പകരം നല്ല ഭാര്യമാരെ അള്ളാഹ് നൽകും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹത്തിന് താഴ്ത്തിറങ്ങി. ഒന്ന് ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിൽ ഒരു നല്ല കാര്യം നമ്മൾ ആഗ്രഹിക്കും. അത് അള്ളാഹു മനസ്സിലാക്കി അന്ത്യനാൾ വരേക്കുള്ള ലോക ജനതയ്ക്ക് നിയമവ്യവസ്ഥ ഉണ്ടാക്കുന്ന കാര്യം അത്ര നിസ്സാരമാണോ പ്രിയപ്പെട്ടവരെ? അല്ലേ? പാപങ്ങളിൽ മുഴുകി ജീവിച്ചൊരാൾ പിന്നീട് ഒരു ജീവിതം അങ്ങനെ കഴിഞ്ഞുപോയി ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോ, പിന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. സൂറത്ത് ഫുർഖാനിൽ വിശേഷിപ്പിച്ച അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരുടെ സ്ഥാനം നേടിയ ഉമർ ഇബ്നുൽ ഖത്താബിന് ലഭിച്ചത് ഏറ്റവും വലിയ ബഹുമതിയും അവാർഡുമാണ്. അതല്ലേ അവാർഡ്, അതല്ല റിവാർഡ്. അതിനേക്കാൾ വലിയ റിവാർഡ് എന്താ വേണ്ടത്? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. സകലമാന തിന്മകളിൽ മുങ്ങിക്കുളിച്ച ഒരാൾക്ക് ഇങ്ങനെയൊരു മാറ്റം സാധ്യമാണോ? ചിന്തിക്കുന്നവരുണ്ട് പലരും, അല്ലേ? തിന്മകൾ ചെയ്തു പോയത് ആരുമില്ല, എല്ലാവർക്കും ഉണ്ടാകും ഒരു കാലഘട്ടം. അപ്പൊ ഇബ്ലീസ് വരെ നമ്മളെ തെറ്റിക്കാൻ, നീ തൗബ ചെയ്തിട്ട് കാര്യമില്ല, നീ തോന്നിയാസേ നടന്നില്ലേ, ഇനി നീ എത്ര നന്നായിട്ട് നമസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് പിശാച് തോന്നിപ്പിച്ചു തരും. എന്നിട്ട് എന്ത് ചെയ്യും? അവൻ തൗബയുടെ വഴിയിൽ നിന്ന് മാറി എന്ന് പരാജിതനായി നിരാശനായി അവൻ പോകുമ്പോ അവൻ ജീവിതത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അത് സാധ്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സാധ്യമാണ്. മാറ്റം സാധ്യമാണോ? സാധ്യമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മതവിജ്ഞാനത്തിന്റെയും മതബോധത്തിന്റെയും
നിറകുടമായിരുന്ന മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തെ പറ്റി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനൊരു സ്വപ്നം കാണുകയാണ്, അതിൽ കുറെ ആളുകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ചിലർ ഇങ്ങനെ നെഞ്ചു വരെ ഉള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ചില ആളുകൾ കഴുത്ത് വരെയുള്ള വസ്ത്രമുണ്ട്. ഒരാളാണെങ്കിൽ ആ കൂട്ടത്തിൽ വസ്ത്രം ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ട് ഓടുകയാണ്. ഞങ്ങൾ ചോദിച്ചു, റസൂലേ എന്താണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അത് ദീനാണ്, അത് ദീനാണ്. ആ വലിച്ചു കൊണ്ടുപോകുന്ന ആൾ ആരാണ്? അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം വലിച്ചു കൊണ്ടുപോകുന്ന എന്താ? ആ റസൂലിന്റെ വഫാത്തിന് ശേഷം, ഉമർ ബിൻ ഖത്താബിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തെ മാതൃകയാക്കാൻ പറ്റിയ നല്ല ചര്യ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടെന്ന് ലോകം മനസ്സിലാക്കാൻ വേണ്ടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലയളവ് അദ്ദേഹം എത്ര കാലം ഭരിച്ചു? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലയളവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നാണ് ഹദീസിൽ കാണാൻ കഴിയും. ഞാൻ ഇങ്ങനെ ഉറങ്ങുമ്പോൾ റസൂൽ പറയും, ആ ചാരിയിരിക്കുന്നവരോട് ശ്രദ്ധിക്കും. ചാരിയിരിക്കുന്നവർ ഉറങ്ങാനല്ല, ശ്രദ്ധിച്ചിരിക്കും. നടുവിൽ വേദനയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാവും, അവർക്കാണ് ചാരിയിരിക്കാൻ ഇളവുള്ളൂ. നമ്മൾ ഷോ കാണുകയല്ല. അത് മനസ്സിലാക്കി ദീന് പറയും. ഖുതുബയാണ്, ആ ഗൗരവം നമുക്ക് വേണം. വളരെ ഗൗരവമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വളരെ ഗൗരവമായി നമ്മൾ ആലോചിച്ച് നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നോക്കുമ്പോൾ ഒരു കിണറിന്റെ ചുറ്റും ഞാൻ കാണുകയാണ്. അപ്പോ ഈ അബൂ ഖുഹാഫ ഇബ്നു അബീ ഖുഹാഫ, ഖുഹാഫയുടെ മകൻ വന്ന് അബൂബക്കർ വന്ന് ഒരു തൊട്ടി 2 തൊട്ടി വെള്ളം കോരി. പിന്നീട് ഉമർ വന്ന് അദ്ദേഹം വെള്ളം കോരി മാത്രമല്ല, കുറെ ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു, വെള്ളം കുടിച്ച് അവരുടെ ദാഹം മാറ്റി. പിന്നീട് ആളുകൾ അവിടെ ടെന്റടിച്ച് കെട്ടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ 2 തൊട്ടിയും പിന്നെ 1/2 തൊട്ടിയും വെള്ളം, ഭരണകാലം 2 വർഷവും 7 മാസവും. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു വെള്ളം കോരി ജനങ്ങളുടെ ദാഹം തീർത്തു കൊടുത്തു എന്ന് പറയുമ്പോൾ 10.5 വർഷം അദ്ദേഹം ഇസ്ലാമിക ഭരണം നടത്തി. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നീതിയുക്തമായ ഭരണം നടത്തി. അതിനെപ്പറ്റി ഇമാം നവവി റഹ്മഹുല്ലാഹ് ശറഹുൽ മുസ്ലിമിലൂടെ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കാലത്ത് പോലെ ഉണ്ടായ പിന്നെ ഇസ്ലാമിക വികാസവും രാജ്യത്തിന്റെ വിസ്തൃതിയും അതേപോലെ തന്നെ സാമ്പത്തികമായ പുരോഗമനവും ഒരു ഖലീഫയുടെ സ്ഥാനത്ത് ഉണ്ടായിട്ടില്ല, കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പ്രജകളുടെ കാര്യത്തിൽ സമ്പൂർണ്ണ നീതിബോധവും ഉത്തരവാദിത്വവും തന്നെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം ഭംഗിയായി നിർവഹിച്ച് ചരിത്രത്തിൽ ഏറെ പ്രശംസനീയമായ ഭരണം കാഴ്ചവെച്ച് അറേബ്യൻ ഉപദ്വീപ് എന്ന വിശാലമായ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നിട്ട് കൂടി അദ്ദേഹം ദുനിയാവിൽ നിന്ന് നേടിയത് ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു അദ്ദേഹം. എന്താ നേടിയതെന്താ? റോമാ ചക്രവർത്തി കൈസറിന്റെ ദൂതൻ മദീനയിലേക്ക് വന്ന് ചോദിക്കുകയാണ്, അയിന മലിക്കും, നിങ്ങൾ രാജാവ് അവിടെയാണ്. അപ്പൊ ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞാൽ അതിന് രാജാവല്ല, ഞങ്ങളുടെ ഖലീഫയാണ്. അദ്ദേഹം മദീനയുടെ പുറത്തേക്ക് പോയിരിക്കുകയാണ്. എന്നിട്ട് ഈ രാജാവിന്റെ ദൂതൻ മഹാനായ ഉമർ ഇബ്നു ഖത്താബിനെ തിരഞ്ഞു ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു മരത്തിന്റെ തണലിൽ കിടക്കുകയാണ്. കൈത്തണ്ട തണലിൽ വെച്ച് ഒരു രാജ്യം ഭരിക്കുന്ന ഖലീഫ കിടന്നുറങ്ങിയാണ്. അത് കണ്ടപ്പോൾ ഈ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയമുണ്ടായി. അയാൾ പറഞ്ഞൊരു വാക്ക്, വലാകിന്നക യാ ഉമർ, ഒരു രാജാവും ഒരു ഭരണാധികാരിയും ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ കിടന്നുറങ്ങുന്നിടത്ത് താങ്കൾക്ക് ഉറങ്ങാൻ കഴിയുന്നത് താങ്കൾ നീതി കാണിച്ചത് കൊണ്ടാണ്, താങ്കൾ നിർഭേദം കിട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് താങ്കൾക്ക് ശാന്തമായി ഉറങ്ങാൻ കഴിയുന്നത്. ഞങ്ങൾക്കുമുണ്ട് രാജാവ്, അയാൾക്ക് പേടി കണ്ട് ഉറങ്ങാൻ കഴിയില്ല, അയാൾ അക്രമം പ്രവർത്തിക്കുന്ന ആളാണ്. ഉമറേ, താങ്കൾ നീതി ചെയ്തു, അതുകൊണ്ട് ശാന്തനായി ഉറങ്ങാൻ കഴിയുന്നു എന്ന്. പേർഷ്യൻ രാജാവായ ഹർമുസാൻ മുസ്ലിങ്ങളുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. യുദ്ധത്തിലെ തടവുകാരനായ ഹർമുസാനെ ഉമറിന്റെ മുന്നിൽ ഹാജരാക്കാനായി കൊണ്ടുവരുമ്പോ മസ്ജിദ് നബവിയുടെ മൂലയ്ക്ക് ഒരാളെ കയ്യിൽ കുത്തി ഇങ്ങനെ കിടക്കുകയാണ്, സുഖമായി ഉറങ്ങുകയാണ്. ഇതാണ് നിങ്ങളുടെ ഖലീഫ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അൽ മലിക്കുൽ ഹനീം, ശാന്തമായി ഉറങ്ങുന്ന രാജാവോ. ആലോചിച്ച് നോക്ക്, ബോഡി ഗാർഡ് ഇല്ലാതെ, പട്ടാളക്കാരില്ലാതെ ഒറ്റയ്ക്ക് നിർഭയനായി ഉറങ്ങാൻ കഴിഞ്ഞത് സ്വന്തം ജനതയെ നെഞ്ചിലേറ്റി അവർക്ക് നീതിയും സുരക്ഷിതത്വവും നിറഞ്ഞ ജീവിതം നൽകിയത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ജനങ്ങളെ മുച്ചൂട് ദ്രോഹിച്ച് കട്ടുമുടിച്ച് ഭരിക്കുന്ന ഇന്നത്തെ ഭരണാധികാരികൾക്ക് ശക്തമായ താക്കീതാണ് അദ്ദേഹത്തിന്റെ ഭരണം. അത് ഗൗരവമായി ചിന്തിക്കുക, വളരെ ഗൗരവമായിട്ട്. തന്റെ പ്രജകളോടുള്ള സ്നേഹവും ആ ദയാവായ്പ നിസ്തുലമായിരുന്നു എന്ന് ആലോചിച്ച് നോക്ക്. മദീന പള്ളിയുടെ മസ്ജിദ് നബിയുടെ പരിസരത്ത് ഒരു കച്ചവട സംഘം വന്ന് വ്യാപാരികൾ സംഘങ്ങൾ കേൾക്കണം, കൂട്ടത്തിൽ നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കണം. ആലോചിച്ച് നോക്ക്. മകനോട് അബ്ദുറഹ്മാനോട് പറഞ്ഞു, രാത്രി വരെയും അവർക്ക് വേണ്ടി കാവൽ നിൽക്കണം. കാവൽ നിൽക്കാൻ കഴിയുമോ? നിൽക്കാം. എന്തിനാ? നോക്ക്, ഉറങ്ങുന്ന ജനങ്ങൾക്ക് കാവൽക്കാരായി ഖലീഫയും മകനും ചരിത്രത്തിലെവിടെയും കേട്ടിട്ടുണ്ടോ? നമ്മളങ്ങനെ ഒരു ഭരണാധികാരിയെ കുറിച്ച് പേരിനെങ്കിലും ഒരാളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടോ? ആ ജനത മുഴുവൻ ഉറങ്ങുമ്പോൾ അവർക്ക് കാവൽക്കാരായി നിൽക്കാൻ സ്വന്തം മകനും ഖലീഫയും രാജാവും കൂടി നിൽക്കണം. ആയിക്കോട്ടെ, കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കണം. മകനെ വിട്ടു പറഞ്ഞു, ആ കുഞ്ഞിനോട് അല്ലാഹ് സൂക്ഷിക്കണേ,
കുഞ്ഞിനോട് നല്ല നിലക്ക് കുഞ്ഞിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണേ. രണ്ടാമത് വീണ്ടും പാതിരാത്രി ആയപ്പോൾ ആ കുഞ്ഞിന്റെ കരച്ചിൽ നിൽക്കുന്നില്ല. അവിടെ ചെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങളോട് എത്ര തവണ പറഞ്ഞു, എനിക്ക് തോന്നുന്നു നിങ്ങൾ കുട്ടിയോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു ഉമ്മയാണെന്ന് തോന്നുന്നു, ആ കുഞ്ഞിന്റെ കരച്ചിലടക്ക് എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറയാണ്, എന്റെ മകൻ ഇത്ര മാസമേ ആയിട്ടുള്ളൂ, പക്ഷേ ഞാൻ എന്റെ കുഞ്ഞിന്റെ മുലകുടി നിർത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് മുലകുടി നിർത്തുന്നത്? മുലകുടി നിർത്തിയവർക്ക് മാത്രമേ ഗവൺമെന്റ് നൽകുന്ന സർക്കാർ റേഷൻ അരി നമുക്ക് സൗജന്യമായ അരി കൊടുക്കൂ എന്നാണ്. അത് കേട്ടപ്പോൾ മഹാനായ ഉമർ കരഞ്ഞുപോയി എന്ന് മകൻ പറയുകയാണ്. അദ്ദേഹം തിരിച്ചു മടങ്ങിപ്പോയിട്ട് സുബഹി നമസ്കരിക്കുമ്പോ കരഞ്ഞ് അദ്ദേഹത്തിന് ഖിറാഅത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നമസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി, ഉമറിന് നാശം, എത്ര മുസ്ലിങ്ങളെ കുഞ്ഞുങ്ങളെ ഞാൻ കൊന്നു കളഞ്ഞത്. എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറയാൻ, സ്ത്രീകളെ, നിങ്ങളുടെ മക്കളുടെ മുലകുടി നിർത്തുന്ന കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണ്ട. ഇസ്ലാമിക സാമ്രാജ്യത്തിൽ ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞിനും റേഷനരി ഫ്രീ ആണ്. ഉത്തരവ് പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം. സ്വന്തം ജനതയുടെ കാര്യത്തിൽ അങ്ങേറ്റം ശ്രദ്ധയുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ തന്റെ റബ്ബുമായിട്ടുള്ള കടമകളിൽ വീഴ്ച കാണിക്കാത്ത നേതാവ്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, പകല് ഞാൻ ഉറങ്ങിയാൽ എന്റെ പ്രജകളുടെ കാര്യം ആര് നോക്കും? പകല് ഞാൻ ഉറങ്ങിയാൽ എന്റെ ജനങ്ങളുടെ കാര്യം ആര് നോക്കും? രാത്രി ഞാൻ ഉറങ്ങിയാൽ അല്ലാഹുമായിട്ടുള്ള എന്റെ കടപ്പാട് എനിക്ക് നിർവഹിക്കാൻ കഴിയില്ല. ഇങ്ങനെ പറഞ്ഞ ലോകത്ത് ഏതൊരു നേതാവാണുള്ളത്? നിങ്ങൾ ആലോചിച്ചു നോക്ക് അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ച മഹാനായ ഉമറിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, എനിക്ക് ശേഷം ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് ഉമറായിരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനേക്കാൾ എന്ന് പറയുമ്പോൾ അവിടെ അബൂബക്കർ സിദ്ദീഖിനേക്കാൾ അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് എന്ന് ഓരോരുത്തരുടെയും സ്ഥാനം അല്ലാഹു റസൂൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ബനൂ ഇസ്രായേൽ ചില ആളുകൾ അവർ അമ്പിയാക്കളൊന്നുമല്ല, പക്ഷെ അല്ലാഹുവോട് അവർ സംസാരിച്ചിരുന്നു. അങ്ങനെ എന്റെ ഉമ്മത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരാളുടെ ഉമർ മാത്രമാണെന്ന് മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹലാലിന്റെയും നീതിയുടെയും അനീതിയുടെയും കാര്യത്തിൽ വളരെ കർക്കശ സ്ട്രിക്റ്റ് ആണെങ്കിലും അദ്ദേഹം ആർദ്രതയുള്ള മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ സ്വർഗം കണ്ടപ്പോൾ അതിലൊരു മാളിക കണ്ടു. ഞാൻ ആ മാളികയിൽ പെട്ടെന്ന് കയറി ചെല്ലുമ്പോ ഞാൻ പെട്ടെന്ന് ഉമറെ നിന്നെ ഓർത്തപ്പോൾ ഞാൻ എന്റെ കാലൊന്ന് വലിച്ചു കളഞ്ഞു. ഉമറെ, നിന്റെ ദേഷ്യം ഞാൻ ഭയന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്റെ കാല് വലിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ അത് കേട്ടപ്പോ ഉമർ കരയുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞാൻ താങ്കളോട് ദേഷ്യപ്പെടുകയോ അദ്ദേഹം ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അല്ലേ, സൂറത്ത് യൂസുഫിലെ ആയത്താണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ വാക്കുകൾ, എന്റെ സങ്കടവും എന്റെ പ്രയാസവും ഞാൻ എന്റെ അല്ലാഹുവോട് മാത്രമേ പറയൂ. തൗഹീദിന്റെ ആയത്ത് അദ്ദേഹം ഓതുമ്പോൾ സഹാബികൾ പറയണം, അബ്ദുല്ലാഹി ശനാദ് പറയണം, ഞാൻ കേൾക്കാറുണ്ട് ഉമറിന്റെ തേങ്ങലുകൾ. ആ ആയത്ത് ഓതിയിട്ട് അദ്ദേഹം കരയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആയത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല. ഞാൻ എന്റെ അല്ലാഹുവോട് മാത്രമേ തേടുള്ളൂ, ഔലിയാക്കളോടല്ല, അമ്പിയാക്കളോടല്ല. എന്റെ ദുഃഖവും പ്രയാസവും, എനിക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞാൻ റബ്ബിനോട് മാത്രമേ പറയൂ എന്ന നിലപാടെടുത്ത ആ മഹാനുഭാവൻ നയിച്ച വഴിയിലൂടെയാണ് നമ്മൾ മുന്നേറേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ഫഅസിന ബില്ലാഹി അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ലോക ജനതയ്ക്ക് എന്നും മാതൃകാ പുരുഷനായി നേതാവായ അല്ലാഹുവിന്റെ തൃപ്തിയും ഇഷ്ടവും മാത്രം കൊതിച്ച് തന്റെ ജീവിതം മുഴുവൻ ജനസേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടും ഷഹീദാകാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. അതും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ട്.
അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയുടെ മുകളിൽ കയറി അബൂബക്കർ ഉമർ ഉസ്മാൻ ഇവർ മൂന്ന് പേരും റസൂലിന്റെ കൂടെയുണ്ട്. ഫറജഫ ബിഹിം പെട്ടെന്ന് ഉഹദ് മലയൊന്ന് കുലുങ്ങി, ഉഹദ് മലയൊന്ന് വൈബ്രേറ്റ് ചെയ്തു. അപ്പോൾ റസൂൽ പറഞ്ഞു ഉഹദേ അടങ്ങി നിൽക്ക്, ഫൈനമാ അലൈക നബിയ്യുൻ നിന്റെ മേലാണ് നബിയുള്ളത്, വസിദ്ദീഖുൻ സിദ്ദീഖുമുണ്ട്, വശഹീദാനി രണ്ട് ഷഹീദുമുണ്ട്. ആരാ രണ്ട് ഷഹീദ്? ഒന്ന് ഉമറും രണ്ട് ഉസ്മാനുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നബി നേരത്തെ അറിയാമായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയായിരുന്നു. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു താങ്കൾ പേടിക്കേണ്ട ഉമറേ, അതായത് റസൂലിന്റെ കാലശേഷം വരുന്ന ഫിത്നകൾ, സഹാബികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ദുരന്തങ്ങൾ അതെല്ലാം വരുമെന്ന് പറഞ്ഞിട്ട് പറയാണ് താങ്കൾ പേടിക്കേണ്ട ഉമറേ, ഇന്ന ബൈനകോ ബൈനഹാ ബാബൻ മുഗലക താങ്കൾക്കും ആ പ്രശ്നങ്ങൾക്കും ഇടയിൽ ഒരു അടഞ്ഞ വാതിലുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ ആ വാതിൽ തനിയെ തുറക്കുമോ അതല്ല അത് പൊളിക്കപ്പെടുമോ തകർക്കപ്പെടുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി അത് പൊളിക്കപ്പെടും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി ആ വാതിൽ അടഞ്ഞു കിടക്കണ ഏറ്റവും നല്ലത്. അദ്ദേഹത്തിന് മനസ്സിലായി ഏതാണ് ആ ബാബ്, ആ വാതിലെന്ന് മനസ്സിലായി. അതിനെ സംബന്ധിച്ചോട് പറയുന്നുണ്ട്, അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ പറ്റിയാണ് അടഞ്ഞു കിടന്ന വാതിൽ എന്ന് പറഞ്ഞ്, അദ്ദേഹത്തെ മരണത്തെ പറ്റിയാണ് ആ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ഡോർ അടഞ്ഞു തന്നെ കിടക്കും. ആ ഡോർ പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുമെന്നാണ്. ഹദീസിൽ ഞങ്ങൾ ചോദിച്ചു ആ ബാബ ഏതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായോ? അദ്ദേഹത്തിന് നന്നായി അറിയാം, അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ കൊല്ലപ്പെടുമെന്ന്. ആര്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ആദ്യം ചരിത്രകാരന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രായപൂർത്തിയായ കാഫറുകളെയും മുശ്രിക്കുകളെയും ജൂതന്മാരെയും മദീനയിൽ കടക്കാൻ അനുവദിക്കാത്തതിന്റെ പകയും വിദ്വേഷവും അവരുമായി ഉണ്ടായ യുദ്ധത്തിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടതിന്റെയും പക ഉള്ളിൽ കൊണ്ട് നടക്കായിരുന്നു ജൂതന്മാരും മജൂസികളും. അങ്ങനെയാണ് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലെ കൂഫയുടെ ഗവർണറായി ആര് നിശ്ചയിക്കുന്നത്? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചു. അവിടെയുള്ള ഫൈറൂസ് എന്ന് പറയുന്ന ഒരു യുവാവ്, അവന്റെ പേര് അബൂ ലുബൂബ് എന്ന് അറിയപ്പെടുന്നു, മജൂസിയാണ്. അയാൾ ഗവർണറായ മുഗീറയെ കണ്ട് സൗഹൃദം സ്ഥാപിച്ച് തന്ത്രത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വാസ്യത നേടിയെടുത്തു. എന്നിട്ട് മുഗീറത്ത് ബിൻ ശുഅബ ഫൈറൂസ് എന്ന പേരിലുള്ള അബൂ ലുബൂബ് എന്ന ചെറുപ്പക്കാരൻ തനിക്ക് വിശ്വസ്തനാണെന്നും മുസ്ലിങ്ങൾക്ക് ഇയാളെ കൊണ്ട് പല പ്രയോജനമുണ്ടാകുമെന്നും ധരിപ്പിക്കാൻ ആരെ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് മദീനയിൽ കടക്കാനുള്ള പെർമിഷൻ മുഗീറത്ത് ബിൻ ശുഅബ ഈ ഫൈറൂസ് എന്ന് പറഞ്ഞ അബൂ ലുബൂബ് വാങ്ങിച്ചു കൊടുക്കണം. ഇയാളെ പരിചയം നിന്നാൽ ഈ ചെറുപ്പക്കാരൻ മുഗീറത്ത് ബിൻ ശുഅബയുടെ അടിമയാണ്. അദ്ദേഹത്തിന് ആസകല്ല്, ആട്ടുകല്ല്, അരിയും മറ്റും പൊടിക്കുന്ന വലിയ കല്ലുണ്ടാക്കൽ ഇയാളെ പണി. ഒരു ഘട്ടത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ഇയാളെന്ന് പറയാണ് മുഗീറ എന്നെ കൊണ്ട് വല്ലാത്ത പണിയെടുപ്പിക്കുന്നുണ്ട്, താങ്ങാൻ കഴിയാത്ത പണിയെടുപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് മുഗീറയെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി അല്ലാഹെ സൂക്ഷിക്കണേ, താങ്കളുടെ യജമാനനോട് താങ്കൾ കൂറ് കാണിക്കണേ എന്ന് ആര് പറഞ്ഞു? മഹാനായ ഉമർ. ഇതാ ചെറുപ്പക്കാരൻ ഇഷ്ടപ്പെട്ടില്ല, അയാൾ മജൂസിയാണ്. അപ്പൊ അയാൾ പറയാൻ എല്ലാവരുടെ കാര്യത്തിൽ താങ്കൾ നീതി കാണിക്കുന്നു, എന്റെ കാര്യത്തിൽ മാത്രം നീതി കാണിക്കാത്തത് എന്താ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പക മനസ്സിൽ സൂക്ഷിക്കുകയാണ്. എന്നിട്ട് മൂർച്ചയുള്ള ഒരു കത്തി അയാൾ നന്നായി അതിനെ ഒരുക്കിയെടുത്ത് വിഷത്തിൽ മുക്കിക്കൊണ്ട് വന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹി നമസ്കാര സമയം അഖീമു സുഹൂഫക്കും എന്ന് പറഞ്ഞ് ഇമാമിന്റെ ഭാഗത്ത് നിന്ന് സഫ് ലെവലാക്കുവീൻ എന്ന് പറഞ്ഞ് അദ്ദേഹം നിൽക്കുമ്പോൾ മെഹ്റാബിന്റെ പിന്നിൽ ഒളിഞ്ഞു നിന്നിരുന്ന ഫൈറൂസ് എന്ന് പറയുന്ന യുവാവ് അബൂ ലുബൂബ് അദ്ദേഹത്തെ വന്ന് കുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പിൻഭാഗത്തേക്ക് 6ഓളം കുത്തുകളേറ്റു, രക്തം വാർന്ന് അവിടെ തന്നെ വീണ്. പിന്നിൽ നിന്ന മകൻ അബ്ദുറഹ്മാനാണ് ഇമാമായി നിന്നത്. തന്നെ കുത്തിയത് ആരാണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അറിയും. പറയും താങ്കളെ കുത്തിയത് ഇന്നാളാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടി അൽഹംദുലില്ലാഹില്ലദീ ലം യജ്അൽ മനിയത്തി ബിയദി റജുലി സജദ ലില്ലാഹി സജദതൻ വാഹിദ. അല്ലാഹുവിനെ ജനിച്ചിട്ട് ഇന്നേ വരെ ഒരു സുജൂദ് പോലും ചെയ്യാത്തവന്റെ കാഫിറിന്റെ കൈ കൊണ്ടാണല്ലോ അല്ലാഹ് എനിക്ക് ഷഹാദത്ത് സൗഭാഗ്യം ചെയ്തത്. അൽഹംദുലില്ലാ, അല്ലാഹു സ്തുതി. ഒരു മുസ്ലിം അല്ലല്ലോ എന്നെ കൊന്നത്, ഒരു കാഫിറല്ലേ. ആര് പറഞ്ഞു? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ഒരു യുവാവ് കടന്നു വന്നു, കുഴഞ്ഞു വീണ ഉമറിനെ താങ്ങിയെടുക്കാൻ വന്നപ്പോ ആ യുവാവിന്റെ വസ്ത്രം എരിയാണിക്ക് താഴെയാണ്. ആ ജീവന് വേണ്ടി പടയുന്ന സമയത്തും ആ യുവാവിനോട് പറഞ്ഞത് യബ്ന അഖി ഇർഫഅ സൗബക, മോനെ നിന്റെ വസ്ത്രം നീ ഉയർത്തി വെക്ക് എരിയാണിക്ക് മുകളിൽ. ഫൈനഹു അൻകാലി തൗബിക വത്കാലി റബ്ബി, അല്ലാഹു അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് എരിയാണിക്ക് താഴെ നിന്റെ വസ്ത്രം പോവല്ലേ. മരണവസ്ത്രത്തിലും അല്ലാഹുവിന്റെ ദീനിനോടുള്ള സ്നേഹവും മറ്റുള്ളവരോടുള്ള ഗുണകാംക്ഷയും
അത് മഹാനായ ഉമറിനെ പോലെ നേതാക്കന്മാരെന്നല്ലാതെ ആരും നമ്മൾ പ്രതീക്ഷിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലിനൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന പേര് അദ്ദേഹത്തിനാണ് കിട്ടുന്നത്. അമീറുൽ മുഅ്മിനീൻ. ഭരണകാലത്ത് നേട്ടങ്ങൾ: പ്രശസ്തമായ ഖാദിസിയ യുദ്ധം, പേർഷ്യ മുഴുവൻ കീഴടക്കി, സിറിയയിൽ ഇസ്ലാമിന്റെ കൊടിക്കീഴിലായി, റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഇറാഖിൽ ഡമസ്കസ് പിടിച്ചെടുത്തു, ബൈത്തുൽ മുഖദ്ദസ് ഉൾക്കൊള്ളുന്ന ഫലസ്തീൻ പിടിച്ചടക്കി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത്. ശേഷം ഈജിപ്തിന്റെ പ്രാന്തപ്രദേശങ്ങളെല്ലാം ഇസ്ലാമിന്റെ കൊടിക്കീഴിലായി. നാവികപ്പട ആദ്യമായി കപ്പൽപ്പട രൂപീകരിച്ചു. കോടതി നിയമം ആദ്യമായി കൊണ്ടുവന്ന അദ്ദേഹമാണ്. കുറ്റവാളികൾക്ക് പ്രത്യേകമായ ജയിൽ നിർമ്മിച്ച അദ്ദേഹമാണ്. ആദ്യമായി ഹിജറ കലണ്ടർ സംവിധാനം അദ്ദേഹമാണ് കൊണ്ടുവന്നത്. ആദ്യം തപാൽ സംവിധാനം, കത്ത് സംവിധാനം അദ്ദേഹമാണ് കൊണ്ടുവന്നത്. മസ്ജിദ്, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തുടങ്ങി വെച്ച വിശുദ്ധ ഖുർആൻ ക്രോഡീകരണം വിപുലപ്പെടുത്തി മസ്ജിദ് നബവി വിപുലീകരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും 539 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. ഇസ്ലാമിക ലോകത്തിൽ സംഭാവന ഉണ്ടായി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അതിൽ 26 ഹദീസുകൾ മുത്തഫഖുൻ അലൈഹി ഹദീസ്, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. ബുഖാരിയുടേത് മാത്രം 34, മുസ്ലിമിന്റേത് മാത്രം 21 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകത്തോട് വിടവാങ്ങുമ്പോൾ 63 വയസ്സായിരുന്നു മഹാനായ റസൂലിന്റെ വയസ്സ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ ചാരെ ആ പുണ്യാത്മാവ് ഇന്ന് മന്ദിറങ്ങുകയാണ്. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാർ രണ്ടാമനായി ഖുർആൻ മുഴുവൻ മനപ്പാഠമാക്കിയ ഒരു മകളെ മുത്ത് റസൂൽ ഇണയാക്കി കൊടുത്ത് മുത്തബിഉ സുന്ന എന്ന പേരിൽ പ്രശസ്തനായി ലോക പണ്ഡിതനായ ഇബ്നുൽ ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന മകനെയും മറ്റൊരു പണ്ഡിതനായ അബ്ദുൽ റഹ്മാൻ എന്ന പണ്ഡിതനെ ലോകത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെയായിരുന്നു ആ മഹാത്മാവ് കണ്ണടച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനമായി പറയാനുള്ളത്, തെറ്റുകൾ ആർക്ക് സംഭവിക്കാം. മനുഷ്യ സഹജമാണ് തെറ്റുകൾ. ജീവിതത്തിൽ യുവത്വത്തിന്റെ നല്ലൊരു ഭാഗം തിന്മയും മുഴുകി പിന്നീട് ഇസ്ലാം പുൽകി പിന്നെ പശ്ചാത്താപ മനസ്സോടെ യഥാർത്ഥ മുഅ്മിനായി ശിഷ്ടകാലം റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് നിലപാട് നന്നാക്കി തീർത്ത് സന്തോഷത്തോടെ മരിക്കാനുള്ള മഹാസൗഭാഗ്യം. അതാണ് ഉമർ ബിൻ ഖത്താബിന്റെ ജീവിതം നമുക്ക് നൽകുന്നത്. അല്ലേ, കടലിലെ തിരമാലകൾ അത്രയും നിങ്ങൾ തെറ്റ് ചെയ്താൽ പോലും തൗബ ചെയ്താൽ ഞാൻ നിങ്ങളുടെ പാവം ഓർക്കും എന്ന് പറഞ്ഞില്ലേ? അല്ലേ, അതാണ് മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പാഠം നമ്മൾ പഠിക്കേണ്ടത്. ഒരുപാട് പാഠങ്ങൾ ആ മഹാനുഭാവനെ അനുധാവനം ചെയ്ത് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ജീവിതം നമുക്ക് പ്രകാശമാനമാകാൻ, മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ തഖ്വയാർജിക്കാൻ അല്ലാഹു അതിനെ സഹായിക്കുമാറാകട്ടെ, തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اذل الشرك والمشركين، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنه مع الابرار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.